എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തരം സമയത്ത് എന്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. എനിക്ക് ചിരിക്കാൻ വയ്യ. എന്റെ മോനെ അത് പിന്നെ ഇൻസ്റ്റയില് ഇപ്പം സബ്ബൊക്കെ തുടങ്ങി പറയുന്നതായിട്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ കുറെ നാൾ മുന്നേ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഫസ്റ്റ് 45 ആയിരുന്നു, മാറ്റിയിട്ട് ഇപ്പൊ 180 ആക്കിയത്. എന്തായാലും സബ് ഉണ്ടോ? എത്ര സബ്ബായി? എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ എപ്പോഴും നോക്കാറില്ല. രാവിലെ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പത്തേന് ജസ്റ്റ് നോക്കാറുണ്ട്, സ്റ്റോറി ഇടുമ്പത്തേന്. തോന്നുന്നു ഇപ്പൊ 400 കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്ക സെലിബ്രിറ്റീസിനും സബ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും അവര് സബ് ചെയ്തെന്ന് അവർക്കും പിന്നെ അവരുടെ സബ് ചെയ്ത ആൾക്കാർ ഇത് ചെയ്ത ആൾക്കാർക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എനിക്കൊന്നും അറിയാവുള്ളൂ തോന്നുന്നു. പക്ഷെ ഇത് രേണുസുതി ഒരു സബ് ചെയ്തപ്പോഴത്തേന് ഉള്ള വ്ളോഗേഴ്സ് നെഗറ്റീവ് പറയുന്ന കുറെ, ഞാൻ പേര് പറയുന്നില്ല, അവരെ പേര് പറഞ്ഞാൽ റീച്ച് ആക്കുന്നില്ല, മാത്രം ഉണ്ടാക്കാനല്ല, നമുക്ക് കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തിനും അടിസ്ഥാനം പണമാണ്, പൈസയാണ്. അപ്പം ഏത് മാർഗേന എന്നല്ല, നമ്മൾ നല്ല കാര്യങ്ങളിലൂടെ തന്നെ. ഇപ്പൊ എനിക്കത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. വിഷയം മറ്റതൊന്നുമല്ല, പഴയ വിഷയം തന്നെയാണ്, നമ്മുടെ രേണു സുധിയുമായി ബന്ധപ്പെട്ട വിഷയം. അല്ലെ, നമുക്കറിയാം ഈ ഒരു കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഈ ഇത്രയും അധികം ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കൊല്ലം സുധി തന്നെയാണ്. അതിന് കാരണക്കാരിയാണ് ആരാണെന്ന് ചോദിച്ചാലും നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യ എന്ന് പറയുന്ന രേണു സുധി. ഇപ്പൊ രേണു സുധി എന്ന് വിളിക്കണോ, രേണു എന്ന് വിളിക്കണോ, അത് രണാസുന എന്ന് വിളിക്കണോ എന്നൊന്നും അറിഞ്ഞൂടാ. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ പുള്ളിക്കാരിയെ പറ്റി ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് അമ്മാതിരം പേക്കൂത്തുകൾ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം അവരെ സ്നേഹിച്ചിരുന്ന പലർക്കും പഴയതുപോലെയൊന്നും ഒരു സ്നേഹ പ്രകടനം ഒന്നും കാണിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാലും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരുടെയൊക്കെ എണ്ണം കുറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതോടുകൂടി, അല്ലേ, അതും കൂടെ കണ്ടപ്പോ പിന്നെ ഒന്നും പറയാനില്ല. പണത്തിന് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാം എന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ്. പിന്നെ പറയുന്നത് വിധവ എന്നുള്ള ലേബലിന് പിടിച്ചാണ് കേട്ടോ. എന്തിനാണ് ഇതൊക്കെ പിടിക്കുന്നത്? ഇവർ ഈ പറയുമ്പോഴത്തേക്ക് ഈ ലോകത്തിലെ വിധവ എന്ന് പറയുന്നത് ഇവര് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ആ ഒരു ചിന്താഗതിയായിരിക്കും അവർക്കുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പേക്കൂത്തുകളൊക്കെ ഓരോന്നും നടത്തുന്നത്. ഈ കലാകാരൻ മരിച്ചതിന് ശേഷം, അതായത് കൊല്ലം സുധി എന്ന കലാകാരന്റെ മരണത്തോട് ശേഷം ജനങ്ങൾ ഒത്തൊരുമിച്ച് ഒരു സ്നേഹം കൊടുത്തതാണ്, എല്ലാവരും ചേർത്ത് പിടിച്ചതാണ് ആ ഒരു കുടുംബത്തെ. നമുക്കറിയാലോ ആ ടൈമിലുള്ള രേണുവിനെയൊക്കെ എന്തുമാത്രം സപ്പോർട്ടോടു കൂടി തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം ചേർത്ത് പിടിച്ചത്. പക്ഷെ ഇന്ന് ആ ഒരു സ്നേഹമുണ്ടല്ലോ, അതങ്ങ് അല്പം പുളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് സംശയമൊന്നല്ല, അത് തന്നെയാണ് സംഭവം. ഇപ്പൊ ഇമാതിരിയുള്ള കോപ്രായങ്ങളെല്ലാം കാണുമ്പോൾ ഇത് സുധിച്ചേട്ടനുള്ള സ്നേഹം കൊണ്ടാണോ അതോ റീച്ചിന് വേണ്ടിയിട്ടുള്ള വെറും ഷോ ആണെന്ന് വരെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് വീണ്ടും അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസാരിക്കുക എന്നുള്ളത്. ആദ്യം നമുക്ക് കിച്ചുവിന്റെ ആ ഒരു മിസ്റ്ററി മാനിപ്പുലേഷൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. അതേന്ന് കിച്ചുവിന്റെ പാട്ടിന്റെ കാര്യമുണ്ടല്ലോ. ചെറുക്കൻ ഒരു പാട്ട് പാടി, ചെക്കൻ പാടിയ പാട്ടിനേക്കാളും കൂടുതൽ പുകിലുണ്ടാക്കിയത് ആ ഒരു ഇൻട്രോ തന്നെയാണ്. നമുക്കാദ്യം അവൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തരം സമയത്ത് എന്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അപ്പൊ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യട്ടാ. നീ എന്റെ നിലാവാണ്, നീയില്ലാ നേരം ഞാൻ ഈ ഭൂമിയിൽ നിന്നാരാവാനാണോ രാവാണ്. നീ എന്റെ നിലാവാണു, നീയില്ലാ നേരം ഞാൻ ഈ ഭൂമിയിൽ നിന്നാരാവാനാണോ. അതരം വന്ന് എനിക്കൊരു മധുരക്കരും, മനസ്സിലെ മുറിവുകൾ ഉണക്കും വരും, കടമകൾ അനവധി കടന്നു വരും, നീ എന്റെ ഹൃദയത്തിൽ കഥകി ഞാൻ തുറന്നു തരും. ചതുരംഗത്തിലറാണ് നീയ പടയാളിയായി ഞാൻ കാവലാകാം, മഴയും പുഴയും എരിയും വെയിലും തടയായി ഞാൻ തണലായി മാറാം. നീയാണ് പാതി എന്നിലേക്ക് എന്നാലും താങ്ങുന്നു ഞാൻ താരകമേ. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ്, അവൻ ആനിമേഷനാണ് പഠിക്കുന്നത്. കൂടെ കുറച്ച് പാട്ടും വ്ലോഗിങ് ഒക്കെ ഉണ്ട്. വേഡിന്റെ റാപ്പും ഗബ്രയുടെ പാട്ടും ഒക്കെ പാടിയാണ് കിച്ചു നല്ല ഫോമിലാണ് ഈ ഒരു പാട്ട് പാടുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ഒരു പാട്ട് തുടങ്ങുന്നതിന് മുൻപ് കിച്ചു ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ലൈഫിലെ ഇരുട്ടിൽ വെട്ടം കൊണ്ടുവന്ന ഒരാൾക്കാണ് ഈ ഒരു പാട്ട് സമർപ്പിക്കുന്നത് എന്നുള്ളത്. അത്രേ അവൻ പറഞ്ഞോളൂ. അപ്പോഴേക്കും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇറങ്ങി. അതാരാണ് ആ വെട്ടം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അത് രേണുവാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും പിന്നാലെ വന്നു. എന്നാൽ കിച്ചു അതിന് കൊടുത്ത മറുപടിയാണ് അതിനേക്കാളും ഹൈലൈറ്റ് ആയിട്ടത്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ എന്നാണ്. സത്യം പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിലെ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിലും നല്ലൊരു മറുപടി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. എന്തായാലും ആ വെട്ടം ആരായാലും ശരി, ഇനി കിച്ചുവിന് അതൊന്ന് സമാധാനമായിട്ട് പാടാൻ വിട്ടുകൂടെ എന്റെ സുഹൃത്തുക്കളെ. ഇനി നമുക്ക് നേരെ രേണുവിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കും. എനിക്ക് ചിരിക്കാൻ വയ്യ.
എൻ്റെ മോനെ, അതായത് അൾത്തു കാസർഗോഡ് ബ്ലോഗറെ, മോൻ എന്താ പറഞ്ഞേ? രേണു ചേച്ചി മോൻ പറഞ്ഞിട്ട് കേട്ട് മോനെ പേടിച്ച് സൂചിയുടെ DP മാറ്റിയിരുന്നു. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. നിന്നെ കാണാൻ അടിപൊളിയാണല്ലോ, പക്ഷെ നിന്റെ വായിൽ നിന്ന് എന്നെ പറ്റി ഇറങ്ങുന്ന നെഗറ്റീവ് ഒന്നും കേട്ടാൽ അടിപൊളി അല്ലല്ലോ. നിന്നെ കാണാൻ നല്ലതാണ്, പക്ഷെ നിന്റെ വായിൽ നിന്ന് വർത്താനമോ അടിപൊളി വർത്താനമൊന്നും അല്ലല്ലോ, ചുമ്മാ കള്ളത്തരമല്ലോ പറയുന്നത്. നിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? നിന്റെ കെട്ടിയൊന്നും അല്ലോ ഞാൻ നിന്നെ പേടിക്കാൻ. എനിക്ക് അത് പേടിക്കേണ്ടത് സൂചിച്ചാണ് മാത്രം പേടിച്ചാൽ പോരായിരുന്നു. പിന്നെ നിന്നെ പേടിച്ചാൽ DP മാറ്റി എന്ന് പറയുന്നത് എൻ്റെ പൊന്നു മക്കളെ, വെറുതെ നോണ പറയരുത്, കാര്യം അറിയാതെ നോണ പറയില്ല. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുമായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഇതെന്താ സംഭവം, ചേച്ചി എന്തിനാ DP മാറ്റിയത്, ഇയാൾ കിടന്ന് പറയുന്നല്ലോ, ഇതിനുള്ള റിപ്ലൈ കൊടുക്കാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിപ്ലൈ തരുന്നത്. എനിക്ക് ബ്ലൂടിക്ക്, അതായത് നമുക്കറിയാം പ്രൊഫൈൽ സെലിബ്രിറ്റീസിനൊക്കെ മിക്ക സെലിബ്രിറ്റീസിന് പ്രൊഫൈൽ ബ്ലൂടിക്ക് വേണം അല്ല, വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കത് അപ്രൂവൽ ആക്കാൻ വേണ്ടിയിട്ട് മെറ്റേന്ന് തന്നെ ഉള്ള മെസ്സേജ് വരുമല്ലോ, DP ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ചേഞ്ച് ചെയ്തതാണ്, അല്ലാതെ സുധിച്ചേട്ടൻ DP മാറ്റിയെന്ന് പറഞ്ഞ് സുധിച്ചേട്ടനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എടുത്ത് കളഞ്ഞതുമല്ല. ഞാനിപ്പോൾ വേറെ വിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നില്ല. എനിക്കൊട്ടൊരു പ്രണയവും കഠിനമായിട്ടുള്ള എന്താ പറയുക, വളരെ പവിത്രവും കഠിനമായിട്ടുള്ള ഒരു പ്രണയവും ആരുമായിട്ടില്ല. മനസ്സിലായോ? നിന്നെ എനിക്ക് പേടിയില്ല, നിന്നെ നല്ല ആരെയും, ദൈവത്തെ മാത്രം പേടിക്കും. ഓക്കെ. അപ്പൊ സ്വന്തം DPയിൽ നിന്ന് സുധിയുടെ ചിത്രം മാറ്റിയത് ബ്ലൂടിക്ക് കിട്ടാനാണത്രേ. ഇപ്പൊ ഫേസ്ബുക്കിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലായാലും അത് ഏത് നിയമത്തിലാണ് സ്വന്തം മുഖം തന്നെ DP ആയിട്ട് വെക്കണമെന്ന് പറയുന്നത്? ശരിക്കും അങ്ങനെയൊക്കെ ഒന്നുണ്ടോ? ചിലപ്പോ ഇതൊരു ടെക്നിക്കൽ പരമായിട്ടൊരു കള്ളം മാത്രമായിരിക്കാം അല്ലേ? എന്തായാലും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടി ആദ്യം 45-ലായിരുന്നു, അതിൽ നിന്ന് 180-ലേക്ക് പോയി. ഇനി അത് 400-ലേക്ക് കടക്കുമോ? ഇവിടെ പൈസ ഉണ്ടാക്കുന്നത് അതൊരു തെറ്റൊന്നുമല്ല. പക്ഷെ ആ പൈസ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ടല്ലോ, അത് സുധിച്ചേട്ടന്റെ ഓർമ്മകളാണ് എന്നുള്ളത് ഇവിടെയുള്ള നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഒരു വശത്ത് കണ്ണുനീരും മറുവശത്ത് ബിസിനസ്സും, ഇത് രണ്ടും കൂടി ഒരേ സമയം കൊണ്ടുപോകുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഇത് ദഹിക്കാത്തതിൽ അത്ഭുതമൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റയില് ഇപ്പം സബ്ബൊക്കെ തുടങ്ങി പറയുന്നതായിട്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ കുറെ നാൾ മുന്നേ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഓർത്താണ്, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാലോ, എനിക്കിങ്ങനെ മുട്ടിന് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഇങ്ങനെ പിന്നെ ദുബായ് ബെഹറിന് അങ്ങനെ ഓട്ടമായതുകൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ തുടങ്ങി. സന്തോഷം എന്ന് പറയുന്നത് നല്ല കുറെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വന്നു. ഞാൻ ഫസ്റ്റ് 45 ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പൊ 180 ആക്കിയത്. എന്തായാലും എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ എപ്പോഴും നോക്കാറില്ല. രാവിലെ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴത്തേന് ജസ്റ്റ് നോക്കാറുണ്ട്, സ്റ്റോറി ഇടുമ്പോഴത്തേന്. തോന്നുന്നു ഇപ്പൊ 400 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും സന്തോഷം. അതെന്ന് വെച്ചാല് അതിന് കുറെ വിമർശനങ്ങളും കുറെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്ക സെലിബ്രിറ്റീസിനും സബ് അവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്കാർക്കും അവർ സബ് ചെയ്തെന്ന് അവർക്കും പിന്നെ അവരുടെ സബ് ചെയ്ത ആൾക്കാർ ഇത് ചെയ്ത ആൾക്കാർക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എനിക്കൊന്നും അറിയാവുള്ളൂ തോന്നുന്നു. പക്ഷെ ഇത് രേണുസൂടി ഒരു സബ് ചെയ്തപ്പോഴത്തേന് ഉള്ള വ്ളോഗേഴ്സ് നെഗറ്റീവ് പറയുന്ന കുറെ, ഞാൻ പേര് പറയുന്നില്ല, അവരെ പേര് പറഞ്ഞാൽ റീച്ച് ആക്കുന്നില്ല, വീണ്ടും റീച്ച് ആക്കുന്നില്ല. സോ അവരെല്ലാം കൂടെ എടുത്തിട്ടത് കൊടയുവാണ്. എനിക്ക് മാത്രം ഒന്നും പറ്റില്ല. അങ്ങനെ ഒരു കാര്യം, ഇവരാരും ഒന്ന് എല്ലാ മാസം കൊണ്ട് ഇവർ കൊണ്ട് പൈസ തരട്ടെ. നമ്മളെല്ലാവരും ജീവിക്കുന്ന പണം ഉണ്ടാക്കാനാണല്ലേ, അതുകൊണ്ട് പണം മാത്രം ഉണ്ടാക്കാനല്ല, നമുക്ക് കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തിനും അടിസ്ഥാനം പണമാണ്, പൈസയാണ്. അപ്പം ഏത് മാർഗേന എന്നല്ല, നമ്മൾ നല്ല കാര്യങ്ങളിലൂടെ തന്നെ. ഇപ്പൊ എനിക്കത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്ക സെലിബ്രിറ്റീസും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതുമാണ്, അവർ പൈസ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എന്തായാലും ഞാൻ വലിയ സംഭവം ആണെന്നൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ചെയ്തു. ഇത് ഒരുപാട് ആൾ വരുമെന്ന് ഉദ്ദേശം ഒന്നുമല്ല ചെയ്തത്, ഞാൻ ചെയ്തു. എന്തായാലും ഇത്ര ആൾക്കാർ വന്നു, നമുക്ക് നോക്കാം, മുന്നോട്ട് പോവാം. അങ്ങനെ ഇവിടെ വിമർശിക്കുന്നവരെ രേണു കളിയാക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, റീച്ച് കിട്ടാൻ ഏത് വഴി സ്വീകരിക്കുമെന്നുള്ള നിലപാടിലാണ് അവർ. നിങ്ങളൊക്കെ പറയുമ്പോഴാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നതെന്ന് പറയുന്നതിലൂടെ അവർ കാണിക്കുന്നതും ഒരു തരം മിക്കി തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് നൽകുന്ന സന്ദേശം വളരെ അപകടകരമാണ്. ഒരാൾ മരിച്ചാൽ ആ ദുഃഖത്തെ എങ്ങനെ റീൽസ് ആക്കാം, എങ്ങനെ സബ്സ്ക്രിപ്ഷൻ വഴി കാശുണ്ടാക്കാം എന്നതിലേക്കാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഒരു പൊതുസമൂഹം നിങ്ങളെ നോക്കുന്നത് ഒരു കലാകാരന്റെ കുടുംബം എന്ന നിലയിലാണ്. അവിടെ ഇത്തരം നിലവാരമില്ലാത്ത തർക്കങ്ങളും ന്യായീകരണങ്ങളും ശരിക്കും ആ ഒരു ആത്മാവിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ഈ ഒരു കൊല്ലം സുധിയുടെ ലേബലിൽ സിമ്പതി വോട്ട് പിടിച്ചുകൊണ്ടാകരുത്. കിച്ചു തന്റെ കഴിവും തെളിയിക്കട്ടെ, രേണുവും തന്റെ വഴികൾ കണ്ടെത്തട്ടെ. പക്ഷെ പ്രേക്ഷകരുടെ വികാരങ്ങളെ വിറ്റ് കാശാക്കാൻ നോക്കുന്നത് ഒന്ന് നിർത്തണം. അപ്പൊ കൂട്ടുകാരെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കിച്ചുവിന്റെ ഈ ഒരു സസ്പെൻസ് കളിയും രേണുവിന്റെ ബിസിനസ് മൈൻഡും സുധിച്ചേട്ടന്റെ കുടുംബത്തിന് ചേരുന്നതാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യം തുറന്നു പറയാൻ നിങ്ങൾ മടിക്കരുത്. അപ്പൊ അടുത്ത ചർച്ചയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.